പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ പറഞ്ഞ പോലെ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞു. കൂട്ടിക്കിഴിക്കലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് LDF-ഉം ആവേശ പോളിംഗിൽ അലയടിച്ചത് തരംഗമാണെന്ന് UDF-ഉം വിലയിരുത്തുകയാണ്. ഹൈ ഫൈവും പരിശോധിക്കുന്നു. കേരളം എങ്ങോട്ട്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് പോകില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുകയാണ്. വനിതാ വോട്ടർമാർ അനുകൂലമെന്നും TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നു. എന്നാൽ വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ഈ ജില്ലകളിലെ മണ്ഡലങ്ങളൊക്കെ തൂത്തുവാരുമെന്നും 100-ലേറെ സീറ്റ് ഉറപ്പുമെന്നും പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. വോട്ടിംഗ് നിലയിൽ സജീവമായി ആദ്യം തന്നെ രംഗത്ത് വന്ന ഒരു വിഭാഗം സ്ത്രീകളാണ്. ഞാൻ സന്ദർശിച്ച സ്ഥലങ്ങളിലെല്ലാം സ്ത്രീകളാണ് വലിയ പ്രതികരണം നടത്തുന്നത്. അപ്പം അതുകൊണ്ട് ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും ഭരണ തുടർച്ചയിലേക്ക് വരും. 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. അവിടെ അത്രയും നല്ല പൊളിറ്റിക്കലായിട്ടുള്ള ബേസും സോഷ്യൽ ഇതും പിന്നെ ഇലക്ഷൻ വർക്കും ഒക്കെ ഞങ്ങൾ നന്നായി നടത്തി. ഞങ്ങൾ ടാർഗറ്റ് ചെയ്താണ്. അപ്പം ഇപ്പോഴത്തെ പോളിംഗ് ശതമാനവും അവിടുത്തെ ഒരു വർക്കും എല്ലാം കൂടി അസസ് ചെയ്ത് ഈ 43 സീറ്റ് കിട്ടിയാലും എനിക്ക് അത്ഭുതം ഉണ്ടാവില്ല. നമുക്കറിയുന്ന പോലെ തുടരെ നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും BJP അവരുടെ വോട്ട് ഷെയറുകൾ കൂട്ടുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് 2024 തിരഞ്ഞെടുപ്പ് അവർക്ക് കുറച്ചധികം നിർണായകമാണ്. പലയിടങ്ങളിലും ഇതിനകം തന്നെ വിജയിച്ച് കഴിഞ്ഞു എന്നുള്ള BJPയുടെ വിലയിരുത്തലുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഈ സാഹചര്യത്തിൽ തന്നെ BJP സംസ്ഥാനത്ത് ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ലെന്ന് പറയുകയാണ് KC വേണുഗോപാൽ. ഒരുമയോടെ കോൺഗ്രസ് പ്രവർത്തിച്ചതിന്റെ ക്രെഡിറ്റ് രാഹുൽ ഗാന്ധിക്കെന്ന് രമേശ് ചെന്നിത്തലയും പറയുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പ്രസാദ് ഉടുമ്പശ്ശേരിയോട് ചോദിക്കാം. കേരളം എങ്ങോട്ടായിരിക്കും എന്നുള്ള നിലവിലെ വിലയിരുത്തൽ നടത്തുകയാണ് പ്രസാദ് ഉടുമ്പശ്ശേരി. പ്രസാദ്, ഗുഡ് ഈവനിങ്. ഈ ക്രൈസ്തവ മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം, അതേപോലെ ഭരണവിരുദ്ധ വികാരം, ഇതെല്ലാം ഗുണം ചെയ്തു എന്ന് UDF ക്യാമ്പ് ഇപ്പോഴും കണക്ക് കൂട്ടുന്നുണ്ട്. ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്നൊരു തിരിച്ചറിവ് കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായിരുന്നു. ആ കാടിളക്കിയുള്ള പ്രവർത്തനം ഗുണം ചെയ്തു എന്നാണ് UDF ക്യാമ്പിന്റെ നിലവിലെ വിലയിരുത്തൽ. ഇനി വികസന വോട്ടായി എന്ന ആത്മവിശ്വാസമാണ് ഇടതു ക്യാമ്പിന് ഇപ്പോഴും ഉള്ളത്. നേതാക്കളുടെയൊക്കെ പ്രതികരണം അങ്ങനെയാണ്. കേരളത്തിൽ 3 പതിറ്റാണ്ടിനിടയിലുണ്ടായ മികച്ച പോളിംഗിൽ മുന്നണികളുടെ കൂട്ടിക്കിഴിക്കലുകൾ എങ്ങനെയാണ് പ്രസാദ്? ലക്ഷ്മി, ഇതിനകത്ത് UDF പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം അവർക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ക്രിസ്ത്യൻ വിഭാഗത്തിനാണെങ്കിലും മുസ്ലിം വിഭാഗത്തിനാണെങ്കിലും അത്തരം ഒരു വോട്ട്, വലിയ തോതിൽ വോട്ട് അവരിലേക്ക് വന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ മുസ്ലിം വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ AP സമസ്ത വിഭാഗം പൂർണ്ണമായും LDF-ന് വേണ്ടിയാണ് നിന്നിട്ടുള്ളത്. അവരുടെ മർമറിംഗ് ക്യാമ്പയിനുകളും അവരുടെ സന്ദേശങ്ങളും എല്ലാം തന്നെ ആ തരത്തിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് LDF-ലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നീട് SDPI, PDP പോലെയുള്ള സംഘടനകളും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ മഞ്ചേശ്വരത്തും പാലക്കാട് മാത്രമാണ് ഒരു വ്യത്യസ്ത നിലപാട് ഒരുപക്ഷെ ഈ സംഘടനകൾ സ്വീകരിച്ചിട്ടുണ്ടാകും. അവിടെ BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നത് കണക്കിലെടുത്തുകൊണ്ട് ഒരു വ്യത്യസ്ത നിലപാട് പാലക്കാടൊക്കെ സ്വീകരിച്ചിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പൂർണ്ണമായും മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് UDF-ലേക്ക് വന്നു എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല. പക്ഷേ UDF-ന്റെ ഒരു ആത്മവിശ്വാസം അങ്ങനെയാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അത്തരത്തിൽ UDF അവകാശപ്പെടുന്നത് പോലെ വലിയ തരത്തിലുള്ള ഏകീകരണം UDF-ന് അനുകൂലമായി വന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ UDF-ന് ആത്മവിശ്വാസത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അവർക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ പോളിംഗ് ശതമാനത്തിലുള്ള വർധനവ്, ഇപ്പോൾ LDF പറയുന്നത് SIR വന്നതിന് ശേഷം നിർജ്ജീവമായിട്ടുള്ള വോട്ടുകളെല്ലാം മാറ്റി പുതിയ പട്ടികയിൽ ഈ സജീവമായി നിൽക്കുന്ന ആളുകളുടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ക്രമാനുഗതമായ ഒരു മാറ്റം ഈ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 80% എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 76% അല്ലെങ്കിൽ 78% കിട്ടിയതിന് തുല്യം തന്നെയാണ് ഇപ്പോഴത്തെ 80%. വോട്ടിന്റെ എണ്ണത്തിൽ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ UDF-ന് ഈ ഇത്തരം കാര്യങ്ങൾ, സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. 10 വർഷമായി നിൽക്കുന്ന ഒരു സർക്കാരാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെ വലിയ തോതിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വികാരമാണ് തങ്ങൾക്ക് അനുകൂലമായി മാറുക എന്നൊരു ആത്മവിശ്വാസത്തിലാണ് അവരുള്ളത്. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ VD സതീശൻ തന്നെ ഇന്ന് പറയുന്നത് 5 ജില്ലകളിൽ നിന്ന് 43 സീറ്റുകൾ കിട്ടാവുന്ന തരത്തിൽ, ആ ജില്ലകളിൽ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള, മലപ്പുറം ഉൾപ്പെടെയുള്ള, എറണാകുളം, അങ്ങനെ 5 ജില്ലകളിൽ നിന്നും ഇടുക്കി ഉൾപ്പെടെ മുഴുവൻ സീറ്റുകൾ, ആ മണ്ഡലത്തിലെ ആ ജില്ലയിലെ മുഴുവൻ സീറ്റുകളും നേടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സ്ട്രാറ്റജി അവർ രൂപപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്കിപ്പോൾ മലപ്പുറത്തേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ മലപ്പുറം 16 സീറ്റാണുള്ളത്. നിലവിൽ അവിടെ 3 സീറ്റ് LDF-നും 13 സീറ്റ് മുസ്ലിം ലീഗിനും ഉണ്ട്. മുഴുവൻ സീറ്റും അവിടെ UDF-ന് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ പൊന്നാനി, തവനൂർ,
അതോടൊപ്പം അബ്ദുറഹിമാൻ മാറിയ മന്ത്രി, അദ്ദേഹം കഴിഞ്ഞ തവണ താനൂരിലാണ് മത്സരിച്ചത്, ഇത്തവണ തിരൂരിലേക്ക് മാറി. അപ്പോൾ ഈ 3 സീറ്റുകളും പൂർണ്ണമായും LDF അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് മുഴുവനായും UDF-ലേക്ക് വരുമെന്ന് നമുക്ക് കരുതാൻ വയ്യ. തവനൂരും പൊന്നാനിയും ഒക്കെ നല്ല മത്സരമാണ് നടക്കുന്നത്. LDF-ന്റെ ഒരു നേരിയ മുൻതൂക്കം ആ മണ്ഡലങ്ങളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് സതീശൻ പറയുന്ന തരത്തിലേക്ക് ആ ജില്ലയിലെ മുഴുവൻ സീറ്റും അവിടേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. എറണാകുളത്തും അത് തന്നെയാണ് സാഹചര്യം. ഇപ്പോൾ P. രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരി UDF-ന് സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ്, സംശയമില്ല. പക്ഷേ രാജീവ് അവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് തന്നെ അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിലാണ്. ആ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. പത്തനംതിട്ടയിലേക്ക് വന്നാലും അത്തരത്തിലൊരു ക്ലീൻ സ്വീപ്പ് UDF-ന് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇടുക്കിയിലേക്കും ഒരുപക്ഷെ ഭൂരിഭാഗം സീറ്റുകളുമൊക്കെ UDF-ന് കിട്ടുമെന്ന കാര്യത്തിൽ കിട്ടുമായിരിക്കാം ഈ ഒരു സാഹചര്യം വെച്ചുകൊണ്ട്. പക്ഷേ മുഴുവൻ സീറ്റുകളും കിട്ടുക എന്നുള്ളത് നമുക്ക് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ, ഒരു പ്രാഥമിക വിലയിരുത്തൽ അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ LDF വലിയ അവകാശവാദങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്കും വലിയ വെല്ലുവിളികളുണ്ട്. ഇപ്പോൾ വടക്കൻ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂരും പാലക്കാടും കോഴിക്കോടുമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സീറ്റുകൾ അവർക്ക് കിട്ടാൻ കഴിയുന്ന 3 ജില്ലകൾ. അവിടെ കണ്ണൂരിൽ വലിയ പ്രതിസന്ധി അവർ നേരിട്ടിരുന്നു. തളിപ്പറമ്പും പയ്യന്നൂരും എല്ലാം വലിയ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാലക്കാട്ടേക്ക് വന്നാൽ P. K. ശശി പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാവായിരുന്നു. അദ്ദേഹമാണ് ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നത്. പക്ഷേ ഒറ്റപ്പാലത്ത് P. K. ശശി ജയിക്കുന്ന സാഹചര്യമില്ല എന്നുള്ളത് പിന്നീട് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വെല്ലുവിളികളായിട്ട് LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അവർ മുന്നോട്ട് വെച്ചിരുന്നത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ്. അത് പ്രത്യേകിച്ച് സാമൂഹ്യക്ഷേമ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ ഗുണകരമായി മാറിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ മേഖലയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് LDF വിലയിരുത്തുന്നത്. അതുകൊണ്ട് UDF അവകാശപ്പെടുന്നത് പോലെ തരത്തിൽ ഒരു വലിയ തരംഗം അവർക്ക് അനുകൂലമായി മാറിയിട്ടില്ല എന്ന് തന്നെയാണ് LDF കരുതുന്നത്. ഈ 80-ന് മുകളിലുള്ള പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് SIR വന്നതിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം ഇതിനു മുമ്പ് 80-ലേക്ക് വന്നത് 87-ലാണ്. 87-ൽ സാധാരണ പറയുക പോളിംഗ് ശതമാനം കൂടുമ്പോൾ UDF അധികാരത്തിൽ വരികയും പോളിംഗ് ശതമാനം കുറയുമ്പോൾ LDF അധികാരത്തിൽ വരികയും ചെയ്യുന്നു. ആ കണക്ക് നമുക്ക് ഇപ്പോൾ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 87 സാഹചര്യം തന്നെ പരിശോധിക്കുമ്പോൾ അന്ന് 80-ന് മുകളിലേക്ക് പോളിംഗ് ശതമാനം വന്ന സമയത്ത് LDF ആണ് അധികാരത്തിൽ വന്നത്. പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് UDF അധികാരത്തിൽ വന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ആളുകളുടെ ഇപ്പോൾ പരസ്യമായി അവർ ആർക്ക് പിന്തുണ നൽകുന്നു, ഒരു സൈലന്റ് വേവ്, നിശബ്ദ തരംഗമാണ് പലപ്പോഴും കാണാനുള്ളത്. അങ്ങനെ ഒരു നിശബ്ദ തരംഗം ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് അറിയേണ്ടത്. പരസ്യമായി ഇപ്പോൾ പല സർവേകളും, നമ്മൾ ഉൾപ്പെടെ നടത്തിയ സർവേകളിൽ LDF-ന് തന്നെയാണ് മുൻതൂക്കം കാണുന്നത്. നമ്മൾ ആളുകളോട് പ്രതികരിക്കുമ്പോഴും വലിയ തോതിൽ ഒരു അറിയണമെങ്കിൽ 4-ാം തീയതി വരെ കാത്തിരിക്കണം പ്രസാദ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഈ പോളിംഗ് ശതമാനം ഉയർന്ന പോളിംഗ് ശതമാനമാണെങ്കിൽ പ്രതിപക്ഷം അധികാരത്തിലേക്ക് വരും എന്നുള്ളതാണ് നോർമലി ഉള്ള സംസാരം എന്നിപ്പോൾ പ്രസാദ് തന്നെ പറഞ്ഞു. അപ്പം ആ രീതിയിലാണെങ്കിൽ പോലും നമ്മൾ ഈ കൂട്ടിക്കിഴിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഭീകരമായിട്ടുള്ളൊരു UDF വേവ് ഇവിടെ വരണം. കാരണം ഇത്രയും സീറ്റ് കിട്ടണ്ടേ? പ്രതിപക്ഷ നേതാവ് പറയുന്ന പോലെ 100 സീറ്റുമായിട്ട് ടീം UDF അധികാരത്തിൽ വരണമെങ്കിൽ ഇത്രയും സീറ്റ് ബാക്കി വേണ്ട, ഇത്രയും സീറ്റ് എവിടെ നിന്നൊക്കെ കിട്ടുന്നു എന്നുള്ളത്, ഏതൊക്കെ കോട്ടകൾ പൊളിയുന്നു എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്നറിയേണ്ടതാണ്. അങ്ങനെ നടക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ എങ്ങനെയാണെങ്കിലും ജനമനസ് ഈ ബാലറ്റിനുള്ളിൽ എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അത് നമ്മൾ കാത്തിരുന്നേ മതിയാവുകയുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളെക്കുറിച്ച്, ഐക്യജനാധിപത്യ മുന്നണിയെക്കുറിച്ചും ഇടത് മുന്നണിയെക്കുറിച്ചും പറയുന്നത് പോലെ തന്നെ പ്രാധാന്യത്തോടെ പറയണം നമുക്ക് ഈ സംസ്ഥാനത്തെ BJP ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ട രീതി. കാരണം ഇവിടെ ഈ പണ്ട് നമ്മളിപ്പോൾ കുറച്ച് കാലത്തിന് മുന്നേ 2014 അവരുടെ അക്കൗണ്ടൊക്കെ തുറന്നതാണ് BJP നിയമത്ത്. ഈ അക്കാലം മുതൽ നമ്മൾ പരിശോധിച്ചു, അല്ലെങ്കിൽ അതിന് മുൻപത്തെ കാലം 2011 തിരഞ്ഞെടുപ്പ് സമയത്തോ അങ്ങനെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പം BJPയെ കുറിച്ച് അധികം ആരും അങ്ങനെ സംസാരിക്കത്ത് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അതല്ല സ്ഥിതി. സംസ്ഥാനത്ത് ഒരു മൂന്നാം ചേരി ഉദയം ചെയ്തിട്ടുണ്ട്. അവർക്ക് പലയിടത്തും ഭരണങ്ങൾ, ഇപ്പം ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും പലയിടത്തും അവർ ഭരിക്കുന്നുണ്ട്. ഒരു കോർപ്പറേഷൻ, തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ട്, തൃപ്പൂണിത്തുറയിൽ അവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് നിർണായകമായ സ്വാധീനം കേരള മണ്ണിലും വന്നു തുടങ്ങി, അവരുടെ വേരുകൾ ആഴ്ന്നിർന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കാലം 2024 തിരഞ്ഞെടുപ്പ് കാലം അവരെ സംബന്ധിച്ചും ഏറെ നിർണായകമാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലെ വലിയ പോളിംഗ് ശതമാനം ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട് BJPക്ക്. ഇപ്പം നിയമവും കഴക്കൂട്ടവും ഒക്കെ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് BJPയുടെ നിലവിലെ വിലയിരുത്തൽ പോലും. പാലക്കാടും തൃശ്ശൂരും മഞ്ചേശ്വരത്തും ഒക്കെയും പാർട്ടി പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഹൈ-5ഉം പരിശോധിക്കുന്നു. ഇക്കൊല്ലം താമര വിരിയുമോ? ഇതിനിടയിൽ
സഭാ പിന്തുണ പ്രതീക്ഷിച്ച ചിലയിടങ്ങളിൽ FCRA ഭേദഗതി എങ്ങാനും തിരിച്ചടിയായോ എന്നൊരു വിലയിരുത്തൽ കൂടി പാർട്ടിക്കുണ്ട്. VS അനു വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരും. അനു, ഗുഡ് ഈവനിങ്. ഒരു കേരളത്തിൽ ഒരു തൂക്കുസഭയായിരിക്കും വരുന്നതെന്നും അവിടെ BJP ഒരു കറുത്ത കുതിരയാകുമെന്നുമൊക്കെയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. നേമത്തെ മതന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് എപ്പോഴും BJPയെ കുഴയ്ക്കുന്ന ഒന്ന്. ഇത്തവണ പക്ഷേ കോൺഗ്രസിൽ ശബരിനാഥൻ കൂടി വന്നതോടുകൂടി ആ ഒരു നിലവിലെ സ്ഥിതി മതന്യൂനപക്ഷ വോട്ടുകളിലെ ഏകീകരണം എന്നൊരു നില മാറിയെന്ന് BJP വിലയിരുത്തുന്നുണ്ട്. അതേപോലെ കാട്ടാക്കടയുണ്ട്, ചാത്തന്നൂരുണ്ട്, മണലൂരുണ്ട്, കൊടുങ്ങല്ലൂര്, പാലക്കാട് തുടങ്ങി 10ഓളം മണ്ഡലങ്ങൾ BJPയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. BJPയുടെ കണക്കുകൾ എങ്ങനെയാണ് അനു? അസസ്മെന്റുകൾക്കപ്പുറം ഒരു യുക്തിസഹമായ അവകാശവാദങ്ങൾ എന്തൊക്കെയാണ് BJPയുടെ? സേതു, ഈ പറയുന്ന തൂക്ക് മന്ത്രിസഭ എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ 30 സീറ്റൊക്കെ പറഞ്ഞിരുന്നതാണ്. നമ്മൾ ആ ഒരു തരത്തിൽ കണ്ടാൽ മതി. പക്ഷേ കേരളത്തിൽ BJPയുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രകടനം വളരെ മികച്ചതാണ് എന്ന് നമുക്ക് ഒരു പക്ഷേ പറയേണ്ടി വരും. കാരണം അത്രമേൽ കൃത്യമായ ചില സംഘടനാ സംവിധാനങ്ങളിലൂടെയുള്ള പ്രവർത്തനം അവർ നടത്താൻ കഴിഞ്ഞു. 10ഓളം സീറ്റുകളിൽ അവർ ശക്തമായ പോരാട്ടം നടത്തി. 5 സീറ്റുകളിലെങ്കിലും വിജയിക്കും എന്നുള്ളതാണ് അവർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. എങ്കിലും നേമത്ത് അക്കൗണ്ട് തുറക്കും, വീണ്ടും ഒരു കഴിഞ്ഞ തവണ പൂട്ടിച്ച അക്കൗണ്ട് വീണ്ടും തുറക്കും എന്ന് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി അവർ പറയുന്നുണ്ട്. അത് ഉറപ്പാണ് നിയമം എന്നുള്ളതാണ് ഇപ്പോൾ BJP നേതാക്കൾ പറയുന്നത്. മാത്രമല്ല 15,000-ന് മുകളിലേക്ക് വരെ ഭൂരിപക്ഷം അവിടെ രാജീവ് ചന്ദ്രശേഖരന് ലഭിക്കും എന്നാണ് അവരുടെ വിശ്വാസം. പ്രത്യേകിച്ച് LDFന് ഈ പറയുന്ന SDPI വോട്ട് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ വളരെ സജീവമാക്കാൻ, അതുവഴി ഹിന്ദു വോട്ട് ഏകീകരണം രാജീവ് ചന്ദ്രശേഖരനിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ നിയമം അവർ ഏറ്റവും പ്രധാനമായും ഉറപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയുക. ഇതാണ് അവരുടെ അവകാശവാദം. അതേസമയം ഈ മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ചെയ്ത് ശിവൻകുട്ടിയിലേക്ക് പോവുകയും 40,000-ന് മുകളിലുള്ള LDF വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ശിവൻകുട്ടിക്കും അവിടെ വിജയ സാധ്യത ഉണ്ടെങ്കിലും ഇപ്പോൾ നിലവിൽ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വിജയിക്കും എന്നുള്ള ഉറപ്പാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയാണ് BJP നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. രണ്ടാമതൊരു മണ്ഡലം ഇത്ര നിയമം പോലെ അല്ലെങ്കിലും വിജയിക്കും എന്ന് പറയുന്നത് നിയമമാണ്, ക്ഷമിക്കണം, കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് വലിയ ഒരു വിജയപ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേകിച്ച് ഈ മത്സരം ആ മണ്ഡലത്തിൽ BJPയും അതുകൂടാതെ തന്നെ CPIഎമ്മും തമ്മിലായിരുന്നു. ശബരിമല വിഷയം അവിടെ ഉയർത്തിക്കാട്ടിച്ച് വലിയ തരത്തിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ മാത്രമല്ല, അവിടെ ഈ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥി ചിത്രത്തിലേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സർക്കാർ വിരുദ്ധമായ ഭരണവിരുദ്ധ വികാരമായ എല്ലാ വോട്ടുകളും വി മുരളീധരന് നേടാൻ കഴിയുമെന്നും അതുവഴി കഴക്കൂട്ടം പിടിക്കാനാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല വട്ടിയൂർക്കാവിൽ ഒരു അട്ടിമറി സാധ്യതയും അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഉറപ്പ് പറയുന്നില്ല എങ്കിൽ കൂടി വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായും പാലക്കാടാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ അട്ടിമറി വിജയം നേടുമെന്ന് അവർ പറയുന്നു. മഞ്ചേശ്വരത്തും സമാനമായ രീതിയിൽ വിജയപ്രതീക്ഷയാണ് BJP മുമ്പോട്ട് വയ്ക്കുന്നത്. ശരിയാണ്, ശരി. ഇപ്പോൾ BJPയും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഏറെക്കുറെ ഒരു 10ഓളം സ്ഥലങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും രണ്ടിടത്ത് ഷുവറായിട്ടും BJP അക്കൗണ്ട് തുറക്കുമെന്ന് NDA നേതൃത്വം വിലയിരുത്തുന്നുണ്ട്.